നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മഹാദേവന് ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ് പ്രദോഷ ദിനം. ദോഷത്തെ ഇല്ലാതാക്കുക എന്നതാണ് പ്രദോഷം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത്തവണ ഓഗസ്റ്റ് 31 തീയതി ശനിയാഴ്ചയാണ് കറുത്ത പക്ഷത്തിൽ വരുന്ന ശനി പ്രദോഷം വരുന്നത്. ഈ ദിവസം ഭക്തിയോടുകൂടി വ്രതം അനുഷ്ഠിച്ചാൽ സന്താന സൗഭാഗ്യം, ദാരിദ്ര്യ ദുഃഖശമനം, ആയുരാരോഗ്യം, പാപമുക്തി, ഐശ്വര്യം, സൽകീർത്തി എന്നിവയെല്ലാം നമുക്ക് വന്നു ചേരുന്നതാണ്. ഇനി പ്രദോഷ ദിവസം വ്രതമെടുക്കുവാൻ സാധിക്കാത്തവർ അന്നേ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തി ശക്തിക്കൊത്ത വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും അതിവിശിഷ്ടമാണ്. സാധാരണ പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നതിനേക്കാളും ശനി പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഇരട്ടി ഫലമാണ് നമുക്ക് വന്നു ചേരുന്നത്. ഈ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തി പ്രദോഷ പൂജയിൽ പങ്കെടുത്താൽ 5 വർഷം ശിവക്ഷേത്ര ദർശനം നടത്തിയ പുണ്യഫലം ലഭിക്കുന്നതാണ്. ശിവപാർവതിമാർ ഏറ്റവും പ്രസന്നരായിരിക്കുന്ന പ്രദോഷ സന്ധ്യയിൽ ശിവഭജനം നടത്തുന്നതും കൂവളത്തില കൊണ്ട് അർച്ചന നടത്തുന്നതും മൂലം സന്താനലാഭം, ആയുരാരോഗ്യം, സന്തുഷ്ട കുടുംബജീവിതം എന്നിവ വന്നു ചേരുന്നതാണ്. ഇനി ശനി പ്രദോഷ ദിവസം ഇനി പറയാൻ പോകുന്ന ഈ 3 വസ്തുക്കൾ നിങ്ങളുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ വിളക്ക് വെക്കുന്നത് എവിടെയാണോ അവിടെ വെച്ചതിന് ശേഷം നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ഭഗവാനോട് ചോദിക്കുക. 100% നിങ്ങളുടെ ആഗ്രഹം അതെത്ര വലുതാണെങ്കിലും ശരി അതുപോലെ തന്നെ നടന്നു കിട്ടുന്നതാണ്. മാത്രമല്ല പണം സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകുന്നതുമാണ്. പൂജാമുറിയിൽ വെക്കേണ്ട അതിശക്തിയാർന്ന ആ 3 വസ്തുക്കൾ ഏതെല്ലാമാണെന്നും ഏത് സമയത്താണ് ഇത് വെക്കേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പ്രദോഷ ദിവസം വ്രതമെടുക്കുവാൻ സാധിക്കാത്തവർക്കും അല്ലെങ്കിൽ ശിവക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കാത്തവർക്കും വ്രതം എടുക്കുന്നവർക്കും ഒരുപോലെ തന്നെ ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. സന്ധ്യയ്ക്ക് ത്രയോദശി തിഥി വരുന്ന ദിവസമാണ് പ്രദോഷമായി കണക്കാക്കുന്നത്. പ്രദോഷ ദിവസം വൈകിട്ട് 4:30 മുതൽ 6 മണി വരെയാണ് പ്രദോഷകാലം വരുന്നത്. ഇത്തവണ ഭഗവാൻ ഏറെ വിശേഷപ്പെട്ട ശനി പ്രദോഷമായതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം ഒരു കാരണവശാലും ആരും പാഴാക്കരുത്. ദേവിക്ക് പൗർണമി പോലെ, വിഷ്ണുവിന് ഏകാദശി പോലെ മഹാദേവന് പ്രാധാന്യമുള്ള ദിവസമാണ് പ്രദോഷ ദിവസം. പ്രദോഷ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ശിവഭഗവാന്റെ അനുഗ്രഹത്തോടൊപ്പം എല്ലാ ദേവീ ദേവന്മാരുടെയും അനുഗ്രഹം നമുക്ക് വന്നു ചേരുന്നതാണ്. ഇനി ഗ്രഹദോഷങ്ങളിൽ നിന്നും മുക്തി നേടാൻ പ്രദോഷ ദിവസം വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ശിവപാർവതി പൂജ നടത്തുന്നത് അത്യുത്തമമാണ്. പ്രത്യേകിച്ചും ശനിദോഷം അകറ്റുവാനുള്ള വളരെ വിശേഷ ശക്തി ശനി പ്രദോഷ വ്രത അനുഷ്ഠാനത്തിനുണ്ട്. എന്നാൽ കറുത്ത പക്ഷത്തിൽ വരുന്ന ശനി പ്രദോഷമാണെങ്കിൽ ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ അതിന്റെ ഫലം 10 മടങ്ങായി വർദ്ധിക്കുന്നതാണ്. ശനി പ്രദോഷ ദിവസം വ്രതം അനുഷ്ഠിച്ച് പാർവതി പരമേശ്വരന്മാരെ പൂജിക്കുന്നതിലൂടെ രോഗങ്ങളും മരണഭയവും ഇല്ലാതാകുന്നതാണ്. കൂടാതെ ജീവിതത്തിൽ അളവറ്റ രീതിയിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുന്നതുമാണ്. ഇനി വ്രതമെടുക്കുന്നവരാണെങ്കിലും വ്രതമെടുക്കുവാൻ സാധിക്കാത്തവരാണെങ്കിലും പ്രദോഷ ദിവസം സന്ധ്യാസമയത്ത് ആഹാരം കഴിക്കാതെ ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് മനസ്സുരുക്കി പ്രാർത്ഥിച്ചു നോക്കൂ. തീർച്ചയായും ആ പ്രാർത്ഥന 100% ഭഗവാൻ കേൾക്കുന്നതാണ്. ഇനി പ്രദോഷ സന്ധ്യാസമയത്ത് ക്ഷേത്ര ദർശനം നടത്തുന്നവരാണെങ്കിലും ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കാത്തവർക്കും ആ ഒരു സമയത്ത് ഓം നമഃശിവായ മന്ത്രം കഴിയുന്നത്ര തവണ ചൊല്ലാവുന്നതാണ്. ഇനി വ്രതം അനുഷ്ഠിക്കുന്നവരാണെങ്കിൽ തലേന്ന് മുതലാണ് വ്രതം ആരംഭിക്കേണ്ടത്. വ്രതം അനുഷ്ഠിക്കുന്നവർ തലേ ദിവസം ഉച്ചയ്ക്ക് 1 നേരം മാത്രമേ അരിയാഹാരം പാടുള്ളൂ. അതുപോലെ തന്നെ വ്രതം അനുഷ്ഠിക്കുന്നവർ പിറ്റേന്ന് രാവിലെ, അതായത് പ്രദോഷ ദിവസം കുളിക്കുമ്പോൾ തലയിൽ എണ്ണ വെക്കാതെ വേണം കുളിക്കുവാൻ. ഇനി വ്രതം അനുഷ്ഠിക്കുന്നവർ പഞ്ചാക്ഷരി ജപത്തോടെ ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന വഴിപാടുകൾ നടത്തുക. ഭഗവാന് കൂവളമാല സമർപ്പിക്കാവുന്നതാണ്. കൂടാതെ പിൻവിളക്ക്, ജലധാര, അങ്ങനെ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന വഴിപാടുകൾ സമർപ്പിക്കുക. ഇനി പ്രദോഷ ദിവസം പകൽ സമയം ഉപവാസം അനുഷ്ഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് സാധിക്കാത്തവർക്ക് ക്ഷേത്രത്തിൽ നിന്നുള്ള നേതിച്ചോറ് കഴിക്കാവുന്നതാണ്. പ്രദോഷ ദിവസം മറ്റൊരു ചിന്തയും മനസ്സിൽ കടന്നുകൂടാതെ കഴിയുന്നത്ര ഭഗവാന്റെ നാമങ്ങളും മന്ത്രങ്ങളും ചൊല്ലുക. കൂടാതെ ശിവപുരാണം പാരായണം ചെയ്യുകയോ അല്ലെങ്കിൽ കേൾക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി വ്രതം എടുക്കുന്നവരും വ്രതം എടുക്കുവാൻ സാധിക്കാത്തവർക്കും പ്രദോഷ ദിവസം സന്ധ്യയ്ക്ക് പ്രദോഷ പൂജ തൊഴുത് പ്രാർത്ഥിക്കുന്നതും നല്ലതാണ്. അതിനുശേഷം ഭഗവാന് കരിക്ക് നേദിച്ച് അതിലെ വെള്ളം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. ഇനി പ്രദോഷ ദിവസം ഈ ഒരു പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ഒരു പരിഹാരത്തിന് 1 ഗ്ലാസ് ശുദ്ധമായ ജലമാണ് ആവശ്യമുള്ളത്. വെള്ളം എടുക്കുമ്പോൾ ചില്ലു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഗ്ലാസ് ബൗളിലോ വെള്ളം എടുക്കാവുന്നതാണ്. അതിനുശേഷം ഈ വെള്ളത്തിലേക്ക് പ്രധാനപ്പെട്ട 3 വസ്തുക്കളാണ് ചേർക്കേണ്ടത്. വെള്ളത്തിലേക്ക് ഒന്നാമതായി ചേർക്കേണ്ട വസ്തുവാണ് ചന്ദനം.
ചന്ദനക്കട്ട പൊടിച്ചതോ അല്ലെങ്കിൽ സാൻഡൽ പൗഡർ ആയിട്ടോ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി അതല്ല, ചന്ദനത്തടി ഉണ്ടെങ്കിൽ അത് ഉരച്ചും ഈ വെള്ളത്തിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി ചന്ദനം ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല, ഒരു നുള്ളു ചന്ദനം ചേർത്താൽ മതിയാകും. ഇനി അടുത്തതായി ഒരേലക്കയാണ് ചേർക്കേണ്ടത്. പണവശ്യത്തിനും ജനവശ്യത്തിനും പ്രയോജനപ്പെടുത്തുന്ന വസ്തുക്കളിൽ പ്രധാനപ്പെട്ടതാണ് ഏലക്ക. ഇതുകൂടാതെ ലക്ഷ്മി ദേവിയുടെ അംശം നിറഞ്ഞ വസ്തു കൂടിയാണ് ഏലക്ക. ഇനി ഏലക്ക എടുക്കുമ്പോൾ നല്ല പച്ച നിറമുള്ള ഫ്രഷായ ഏലക്ക നോക്കി തന്നെ എടുക്കുക. കേടായതും വിത്തുകൾ പോയതുമായ ഏലക്ക ഒരു കാരണവശാലും എടുക്കരുത്. ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള ഏലക്ക ഒരെണ്ണമാണ് എടുക്കേണ്ടത്. ഇനി മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട വസ്തുവാണ് കൂവള ഇല. ചന്ദനത്തിനും ഏലക്കായ്ക്കുമൊപ്പം ഒരു കൂവള ഇല കൂടി വെക്കുക. ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ചിലപ്പോൾ കൂവളം ഉണ്ടാകണമെന്നില്ല. അങ്ങനെയുള്ളവർ അടുത്തുള്ള വീടുകളിൽ കൂവളം ഉണ്ടെങ്കിൽ അവിടെ നിന്നും ഒരില വാങ്ങാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ എല്ലാ ശിവക്ഷേത്രങ്ങളിലും കൂവളത്തില ലഭ്യമാണ്. ക്ഷേത്രത്തിൽ വാങ്ങി സമർപ്പിക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുവാനും കുറച്ച് ഇല വാങ്ങാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ഒരു ഇലയെങ്കിലും ₹1 കൊടുത്ത് വാങ്ങുക. വെള്ളത്തിലേക്ക് ഈ 3 വസ്തുക്കളും ചേർത്തതിന് ശേഷം ഈ ഗ്ലാസ് അല്ലെങ്കിൽ ബൗൾ ശിവഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെയോ അല്ലെങ്കിൽ വിഗ്രഹത്തിനു മുൻപാകെയോ വെക്കുക. നാളെ ശനി മഹാപ്രദോഷ ദിവസം വൈകിട്ട് 5 മണി മുതൽ 7 മണിക്കുള്ളിൽ ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. ഇനി ഏതെങ്കിലും സാഹചര്യത്താൽ ഈ ഒരു സമയം പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കാത്തവർക്ക് നാളെ വൈകിട്ട് 5 മണി മുതൽ രാത്രിയിൽ 9 മണിക്കുള്ളിൽ ഏതൊരു സമയത്തും ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. ശിവഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെയോ അല്ലെങ്കിൽ വിഗ്രഹത്തിനു മുൻപാകെയോ ഈ ഒരു ഗ്ലാസ് വെച്ചതിന് ശേഷം നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ഭഗവാനോട് നല്ലതുപോലെ പ്രാർത്ഥിക്കുക. പ്രധാനമായും പണം സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി ചിലരെ സംബന്ധിച്ച് അവരുടെ ഗ്രഹദോഷങ്ങൾ മൂലം അവർക്കുണ്ടാകുന്ന നല്ല സമയം പോലും മോശം സമയമായി മാറുന്നതാണ്. എന്നാൽ പ്രദോഷ ദിവസം വ്രതം അനുഷ്ഠിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാവിധത്തിലുള്ള ദോഷങ്ങളും ഇല്ലാതാകുന്നതാണ്. മാത്രമല്ല, ഈ ശനി മഹാപ്രദോഷ ദിവസം ഭഗവാനോട് മനസ്സുരുകി എന്തു പ്രാർത്ഥിച്ചാലും അത് അതുപോലെ തന്നെ നടക്കുന്നതുമാണ്. ശുദ്ധമായ വെള്ളത്തിൽ ഈ 3 വസ്തുക്കളും ഇട്ടതിന് ശേഷം ഈ വെള്ളം ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെയോ അല്ലെങ്കിൽ വിഗ്രഹത്തിന് മുൻപാകെയോ വെച്ചതിന് ശേഷം ഓം നമഃശിവായ മന്ത്രം 108 തവണ ചൊല്ലി പൂക്കളാലോ അല്ലെങ്കിൽ കൂവളത്തില കൊണ്ടോ ഈ വെള്ളത്തിന് അർച്ചന ചെയ്യാവുന്നതാണ്. നാളെ പ്രദോഷ ദിവസം രാത്രിയിൽ മുഴുവനായും നിങ്ങളുടെ പൂജാമുറിയിൽ ഈ ഒരു ഗ്ലാസ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിറ്റേ ദിവസം അതായത് ഞായറാഴ്ച രാവിലെ കുളിച്ച് ശുദ്ധിയായി പൂജാമുറിയിൽ വെച്ചിരിക്കുന്ന ഈ ഒരു ഗ്ലാസ് എടുത്ത് അതിലെ വെള്ളം നിങ്ങളുടെ വീടാകെ തളിക്കാവുന്നതാണ്. നിങ്ങളുടെ വീടിന്റെ മുറികളിലെ എല്ലാ മൂലകളിലും ഈ ഒരു വെള്ളം തളിക്കേണ്ടതാണ്. ഇനി വെള്ളം തളിക്കുമ്പോൾ ഒരുപാട് വെള്ളം കോരി ഒഴിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കൈകൊണ്ടൊന്ന് തളിച്ചു വിട്ടാൽ മതിയാകും. ബാക്കിയുള്ള വെള്ളം ചെടിയുടെ ചൂട്ടിലോ അല്ലെങ്കിൽ ആരും ചവിട്ടാത്ത സ്ഥലത്തോ ഒഴിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ വീടാകെ ഭഗവാന്റെ ഒരു എനർജി, ഭഗവാന്റെ ആ ഒരു ശക്തി ഉണ്ടാകുന്നതാണ്. മാത്രമല്ല, ശിവകടാക്ഷം നമ്മുടെ കുടുംബത്തിൽ നിലനിൽക്കുന്നതുമാണ്. ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ സകല ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും നമ്മളെ തേടിയെത്തുന്നതുമാണ്. മാത്രമല്ല, ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ സാമ്പത്തിക തടസ്സങ്ങൾ മാറി വീട്ടിൽ പണവരവ് വർദ്ധിക്കുവാൻ ആരംഭിക്കുകയും കടബാധ്യത എന്നേക്കുമായി ഇല്ലാതാകുന്നതുമാണ്. ഇതിനെല്ലാം ഉപരി ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ ഗ്രഹദോഷമുള്ളവരുടെ ദോഷകാഠിന്യം കുറയുകയും അതിലൂടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതുമാണ്. അതുകൊണ്ട് നാളത്തെ അതിശക്തിയാർന്ന ഈ ശനി മഹാപ്രദോഷ ദിവസം ആരും തന്നെ പാഴാക്കരുത്. എല്ലാവർക്കും ശിവപാർവതിമാരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.